മല്ലു പഞ്ചാബി ഹൗസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുഖമല്ലേ എല്ലാവർക്കും? ഒരു പഞ്ചാബി ഡിഷായ മട്ടർ പനീർ എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം കേട്ടോ. ഇന്ന് നല്ല ടേസ്റ്റിയാണ്. ഓക്കെ, ഇപ്പം നവരാത്രി കാലം ആയതുകൊണ്ട് ഇതിൽ ഞാൻ ഒനിയനോ അല്ലെങ്കിൽ ഗാർലിക്കോ ഇടുന്നില്ല, ചെറിയ വെളുത്തുള്ളി ഇടുന്നില്ല. അത് ഇടാണ്ടാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. സ്വതവേ നമ്മൾ 2 സവാളയും കുറച്ച് 8-10 വെളുത്തുള്ളി ഇടാറുണ്ട്. അതൊന്നും കൂടി നന്നായിട്ടുണ്ടാവും ടേസ്റ്റ്. അത് ഉണ്ടാക്കിയിട്ട് ഒരു ദിവസം കാണിക്കാം കേട്ടോ. ഇന്ന് നമുക്ക് ഈ മട്ടർ പനീർ, അതായത് മട്ടർ നമുക്ക് നമ്മുടെ ഗ്രീൻ പീസ്, ഓക്കെ, അത് ഫ്രോസനാണ് ഇപ്പോൾ കിട്ടുള്ളൂ. മഞ്ഞുകാലം തുടങ്ങിയാൽ ഒരുപാട് കിട്ടും കേട്ടോ. ഇപ്പോൾ കുറച്ച് ഫ്രോസനേ ഉള്ളൂ. ഇതൊന്ന് നമുക്ക് വറുത്തെടുക്കാം. ആവശ്യത്തിനുള്ള എണ്ണ വെച്ചിട്ടുണ്ട്. ഇതൊന്ന് പൊട്ടിത്തെറിക്കും കേട്ടോ നമ്മൾ വറക്കുമ്പോഴേ. അപ്പോൾ ഒന്ന് സൂക്ഷിച്ചിട്ട് വേണം. നിങ്ങളിപ്പോൾ ഹെൽത്ത് കോൺഷ്യസ് ആണെങ്കിൽ വറക്കാണ്ടി നമുക്കിതിലിടാം കേട്ടോ. വറക്കാണ്ടി ഇടാം നമുക്ക്. ചിലരൊക്കെ വറക്കാതെയാണ് ഇടുന്നത്. പക്ഷെ വറുത്ത് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ നമ്മുടെ ഒരു ഇറച്ചിക്കറിയുടെ സ്വാദ് വരും, അതുകൊണ്ടാണ്. അപ്പം നല്ലോണം ഇത് ഗോൾഡൻ ബ്രൗൺ ആയിട്ടോ. അപ്പം നമുക്ക് ഇന്ന് കോരിയെടുക്കാം. ഗോൾഡൻ ബ്രൗൺ ആവേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതെന്താ അറിയോ, പൊട്ടിപ്പോവില്ല, അതാണ്. നമുക്ക് ഇതിൻ്റെ ഗ്രേവി ഉണ്ടാക്കാം. ഓക്കെ, ഗ്രേവിയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ 2-3, ഇപ്പോൾ ഇതിൽ 3 തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു 2-3 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതിൻ്റെ ഒരു പേസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആക്ച്വലി ഇവിടെ നവരാത്രി കാലത്ത് ഇവിടെ ആരും ഇത് കഴിക്കില്ല, ഒനിയനും ഗാർലിക്കൊന്നും കഴിക്കില്ല. അതുകൊണ്ടാണ് കേട്ടോ. ഇതിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒനിയനും ഗാർലിക്ക് ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ്. നമുക്കൊരു ഇറച്ചിക്കറി കഴിക്കുന്ന അതേ ടേസ്റ്റാണ് കിട്ടുന്നത്. എന്നാൽ ഇതൊരു ഇതാണേനും. ഓക്കെ, നമുക്ക് കുറച്ച് ഓയിൽ ഒഴിക്കാം. റൈസ് ബ്രാൻ ഓയിൽ ഒഴിക്കാം, കുറച്ച് അധികം വേണ്ട, 2 ഇത്. ഓക്കെ, അത് കൂടാണ്ട് നമുക്ക് കുറച്ച് ജീരകം ഇടാം കേട്ടോ. ജീരകം ഇടാം. ജീരകം ഒന്ന് പൊട്ടി വരുമ്പോൾ ജീരകം, പിന്നെ നമ്മുടെ സ്വതവേയുള്ള മസാലകളാണ് ഇടുന്നത് ഇതിൽ. ജീരകം ഇട്ടു. അപ്പം നമുക്കിനി ഇതിലേക്ക് ടൊമാറ്റോ ഒഴിച്ച് തിളക്കാം. ടൊമാറ്റോ ഇവിടെ നല്ല റെഡായിട്ടുള്ള ടൊമാറ്റോ കിട്ടും. അപ്പോൾ ഒരു മസാലയും ചേർക്കേണ്ട ആവശ്യമില്ല നമുക്ക്. ശരിക്കും പറഞ്ഞാൽ നല്ല ചുമന്ന ടൊമാറ്റോയാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാലകളിടാം. നമ്മൾ സ്വതവേ ഇടുന്ന മസാലകളാണ് കേട്ടോ. മഞ്ഞൾപ്പൊടി, ഒരു ചെറിയ 2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ് ആവശ്യത്തിന്, പിന്നെ മല്ലിപ്പൊടി കുറച്ച് അധികം ആയിക്കോട്ടെ. അതാണ് ശരിക്കും പറഞ്ഞാൽ മല്ലിപ്പൊടിയാണ് നമുക്കൊക്കെ കറികൾക്കൊരു ഗ്രേവി തരുന്നത്. ഓക്കെ, നമുക്ക് കുറച്ച് മുളക് പൊടിയും കൂടി ഇടാം. ഇത്ര മുളക് പൊടി, പിന്നെ കുറച്ചൊരു കായപ്പൊടി ഇടണം. വരെ ചെയ്തത് നല്ലതാണ്. ഇച്ചിരി, ഒരു അധികം വേണ്ട. കുട്ടികൾക്ക് കായത്തിൻ്റെ പൊടി ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ കുറച്ച് ഇടുന്നുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാതിരി ഇടാം കേട്ടോ. ഇടേണ്ട ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ. ഇതൊന്ന് ഇതാവട്ടെ. അപ്പോഴേക്കും നമുക്ക് ഇതിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നമ്മുടെ ഗ്രീൻ പീസ് ഉണ്ടല്ലോ, അതിട്ടിട്ട് ഒരു സീറ്റ് മതി. എന്താ വെച്ചാൽ അത് ഫ്രോസനാണ്. മറ്റേ നല്ല ഒരു എന്താ പറയുക, ഫ്രഷ് ഗ്രീൻ പീസ് ആണെങ്കിൽ നമുക്ക് 2 വിസിൽ വരെ വയ്ക്കാം. ഓക്കെ, ഇതിപ്പോൾ 1 വിസിൽ മതിയാവും. എന്നാലും 2 എണ്ണം വരെ വയ്ക്കാം നമുക്ക്. അപ്പോൾ
അപ്പോൾ ഇതൊന്ന് ഇതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഗ്രീൻ പീസ് ഇടാം. ഇത്രയും ഗ്രീൻ പീസ് നമുക്കിടാം. ഇതൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ കുറച്ച് ചൂടുവെള്ളം ഒഴിക്കാം, ഒരു ഗ്ലാസ്. നമുക്ക് എത്രയാണോ ഇതിൽ കറി വേണ്ട അതിൻ്റെ അനുസരിച്ചിട്ട് നമുക്കിതിൽ വെള്ളം ചേർക്കാം കേട്ടോ. ഉപ്പൊക്കെ പാകമാണ്. ഞങ്ങളുടെ ഇവിടെ കുറച്ച് വെള്ളം വേണം കറിക്ക്, അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിക്കാണ്. ഒരു ഗ്ലാസ് ഒഴിച്ചാൽ മതി. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ കുക്കർ അടച്ചിട്ട് നമുക്കിതിനെ ഒരു 2 സീറ്റ് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നോക്കൂ എന്ത് നല്ല കളർ വന്നിട്ടുണ്ട് അല്ലേ. ഇതാണ് നമ്മുടെ മട്ടർ പനീറിൻ്റെ സബ്ജി. ഓക്കെ, ഇതിൽ നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇടാം. നമ്മുടെ മട്ടർ പനീറിൻ്റെ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി വിതറി കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ മട്ടർ പനീർ ഇത് തയ്യാറായി കേട്ടോ. എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, ഇത് നല്ലൊരു കിടിലൻ കറിയാണ് കേട്ടോ, കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും. ഇതിൽ നമ്മുടെ ഒനിയൻ ആൻഡ് ഗാർലിക് ചേർത്ത വേർഷൻ ഞാൻ ഒരു ദിവസം കാണിക്കാം. നമുക്ക് എന്ത് രസമല്ലേ. ഇത് പൊട്ടിപ്പോവില്ല. ഇത് നമ്മൾ ഒരു പ്രാവശ്യം വറുത്ത കാരണം ഇത് എത്ര ഇളക്കിയാലും അതൊക്കെ പൊട്ടിപ്പോവില്ല. വളരെ നല്ലതാണ്. ഓഫീസിലേക്ക് ലഞ്ചിൽ കൊണ്ടുപോകാനും കുട്ടികൾക്ക് ലഞ്ചിൽ കൊണ്ടുപോകാനും ഒക്കെ വളരെ നല്ലതാണ്, വളരെ ഹെൽത്തിയാണ്. ഓക്കെ, നമ്മുടെ മട്ടർ പനീറും റൊട്ടിയും തയ്യാറായി. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ടേക്ക് കെയർ. ഓക്കെ, ബൈ.